ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് രാത്രി വെറുതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് കഴിക്കണ്ടല്ലോ, അങ്ങനെ രാത്രി ചോറൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചെറിയൊരു പലഹാരം ഉണ്ടാക്കാമെന്നായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയും പുട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാലൻസ് വന്ന മാവാണ്. പിന്നെ ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, വെറുതെ എടുത്ത് കളയണ്ടെന്ന് കരുതി ഞാനിത് എടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് 2 ദോശയ്ക്കുള്ളത് 2-3 ദോശയ്ക്ക് ഉണ്ടായിരുന്ന മാവേ ഉള്ളൂ. അപ്പോൾ ഞാനത് മാവ് എടുക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ ജാറിലേക്ക്, ചെറിയ ജാറിൽ ഒരു വലിയ ജാറാണ് കേട്ടോ, നമ്മൾ അരിക്കരയൊക്കെ എടുക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ മധുരം ചേർക്കുന്നത് കൊണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും ചോദിക്കും മടക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ദോശ അങ്ങനെയല്ല, നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കത് എല്ലാം ഒരു ബാലൻസായി കിട്ടും. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുത്തപ്പോൾ എനിക്ക് വീണ്ടും വെള്ളത്തിൻ്റെ ആവശ്യം വന്നു. കാരണം അരച്ചെടുത്ത സമയത്ത് ഒന്ന് ചെറുതായിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് കുറുകിയാണ് വന്നത്. അപ്പോൾ ഒന്ന് മെൽറ്റായിട്ട് എടുക്കാൻ വേണ്ടി ഒരു ഗ്ലാസിൻ്റെ പകുതിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്കൊരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അതായത് കട്ടയില്ലാതെ നല്ല മാവ് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് മാവാനായിട്ട് എടുത്ത് ആട്ടമാവ് ഉണ്ടല്ലോ. ഇനി നമ്മൾ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ 2-3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ആവശ്യത്തിനുള്ള മധുരം ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പം ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ശർക്കര എടുക്കാം. പക്ഷേ ശർക്കര എടുക്കേണ്ട സമയത്ത് നമ്മൾ കഴിച്ച് വരുമ്പം ചിലപ്പം മത്ത് പിടിക്കും. എന്ന് വെച്ചാൽ 3 കഴിക്കുന്നുണ്ടെങ്കിൽ മത്ത് പിടിക്കും. പഞ്ചസാര ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല, ഓവറായിട്ട് നമുക്ക് ആ ഒരു മത്ത് വരത്തില്ല പഞ്ചസാര ആകുമ്പം. അപ്പം ഏറ്റവും നല്ല ബെറ്റർ പഞ്ചസാര എടുക്കുന്നതായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ശർക്കരയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ നമ്മുടെ പാൻ എടുക്കുന്നുണ്ട് കേട്ടോ. പാനിലാണ് ഉണ്ടാക്കുന്നത്. മടക്ക് ദോശയില്ലേ, ഇത് നമുക്ക് 4 രീതിയിലുണ്ടാക്കാം. 4 രീതിയിലൊക്കെ ഉണ്ടാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിനൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓട്ടനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ എനിക്ക് എളുപ്പം ദോശയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ ഈ തോര കാണിച്ചത് നമ്മുടെ പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഞാനൊക്കെ കാണിച്ചതാണ്. പട്ടിക്ക് 2 പട്ടികളുണ്ട്, പിന്നെ ഒരു പൂച്ചയുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചോറിങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ തേങ്ങ ഞാൻ നമ്മുടെ സ്പൂൺ കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. സ്പൂൺ കൊണ്ട് നമുക്കതിലൊന്ന് വെച്ച് കൊടുക്കണം. അതിനാണ് നമ്മളൊരു സ്പൂൺ എടുത്തത്. അപ്പം നല്ല മാവിലൊരു കട്ട പോലും ഇല്ല, നല്ല മാവാണ് കേട്ടോ. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരുന്നു. കഴിച്ചപ്പോൾ തന്നെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അത് അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ പാനലൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് മാവ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഞാനിത് ഒരു ഷേപ്പൊന്നും ഇല്ല കേട്ടോ, വട്ടത്തിൽ ഇങ്ങനെ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ആ തേങ്ങ വെച്ച് കൊടുക്കരുത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ അന്ന് ഇത് താഴെ പോയേക്കാം. എന്ന് വെച്ചാൽ അത് ഇളവി വീണേക്കാം. അതാകുമ്പോൾ ഒരു പകുതി വേവാണ് സമയമാകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താൽ ഒന്ന് ഒട്ടി അങ്ങ് ഇരുന്നോളും. അപ്പോൾ നമുക്കതൊന്ന് അമർത്തി കൊടുത്താൽ മതി, അത് ഒട്ടി അങ്ങ് ഇരുന്നോളും. അപ്പോൾ അത് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുമ്പോൾ അതൊന്ന് പോവാതെ ആ രീതിയിൽ അങ്ങ് ഇരുന്നോളും. പക്ഷെ ഞാൻ ആദ്യം ചെയ്തതൊന്നും കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത് ചെയ്തതൊക്കെ കണ്ടതെങ്കിൽ അത് മൊത്തവും അവിടെയൊക്കെ തേങ്ങ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ തടിയുടെ ഇതായതുകൊണ്ട് എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും. എന്ന് വെച്ചാൽ അങ്ങോട്ടാക്കുമ്പോൾ ഇങ്ങോട്ട് വരും, അങ്ങോട്ടാക്കുമ്പോൾ ഇങ്ങോട്ട് വരും. പിന്നെ ഒരു വിധം ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സൗണ്ടിനൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരും. അതെനിക്ക് പനി ഇതുവരെയ്ക്ക് മാറിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് ഞാൻ തയ്യാറാക്കുന്നത് അങ്ങനെ 3 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. 3 എണ്ണം എനിക്ക് ആവശ്യത്തിന് ഞാൻ വിചാരിച്ച് 2 എണ്ണം മതിയെന്നാണ്. പക്ഷേ മാവ് അധികം വന്നുകൊണ്ട് പിന്നെ 3 എണ്ണം ഉണ്ടാക്കിയെടുക്കും.